ട്രെയിലറിന്റെ ആദ്യ ഷോട്ട് തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ടീസറിൽ കണ്ട ആ ചർച്ച് ഫൈറ്റ് ലൊക്കേഷനാണ് ഒരു വലിയ പോരാട്ടം നടന്ന ശേഷമുള്ള ആംബിയൻസ്. ഖുറേഷി ഈ ചർച്ചിൽ നിൽക്കുമ്പോഴും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയുമ്പോഴുമെല്ലാം അദ്ദേഹത്തിന്റെ കൂടുള്ളത് സ്ഥിരം ആൾക്കാരല്ല, ഇന്റലിജൻസ് ഏജൻസിയോ മറ്റുമാണ്. MI6 മേ ബി. ബോറിസ് ഒലിവർ പറയുന്നുണ്ട്, ശത്രുവിന്റെ ശത്രു മിത്രമാണ്. ആഫ്രോ ഏഷ്യൻ ഡ്രഗ് കാർട്ടൽസിനെതിരെ ഖുറേഷി നിൽക്കുന്നതായി നമ്മൾ ലൂസിഫറിന്റെ എൻ ക്രെഡിറ്റ്സിൽ തന്നെ കണ്ടിരുന്നു. ഒരുപക്ഷെ കബൂഗ ഗാങ്ങിനെതിരെ ഏജൻസി ഖുറേഷി എബ്രാം നെക്സസുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതാകാം ഇത്. ലഹരി ബാക്ക് ചെയ്യുന്നതായി ഈ ഷോട്ടിൽ കാണിക്കുന്നത് കബൂഗ ഡ്രഗ് കാർട്ടൽസ് ആണെന്ന് മനസ്സിലാക്കാം. ഈ ഗ്യാങ്ങുമായിട്ടാണ് പിന്നീട് മരുഭൂമിയിൽ വെച്ച് അറ്റാക്കൊക്കെ നടക്കുന്നത്. ഒരു ഫ്ലാഷ് ബാക്ക് സീക്വൻസ് പോലെ കാണിക്കുന്നതിൽ PK രാംദാസ് എന്റെ മക്കളല്ല പിന്തുടർച്ചക്കാർ, പിന്തുടരുന്നവരാണ് മക്കൾ എന്നൊരു ഡയലോഗുണ്ട്. സ്റ്റീഫൻ രാംദാസിന്റെ മകനാണെന്ന് ഇൻഡയറക്റ്റായി പറയുന്ന പോലുണ്ട്. ഇദ്ദേഹം സംസാരിക്കുന്നത് രാഷ്ട്രീയ വിശദീകരണം എന്ന പേരിലുള്ള ഒരു യോഗത്തിൽ നിന്നാണെന്ന് പിന്നീട് വരുന്ന ഈ ഷോട്ടിലൂടെ ക്ലിയർ ആക്കാം. ഒരു കാര്യം ഉറപ്പിക്കാം, സ്റ്റീഫന്റെ ഇക്കാട്ടുന്ന എൻട്രി എന്നുള്ളത് ഇവിടേക്കാണ്, ഒരു ഫ്ലാഷ് ബാക്ക്. കാരണം കൂടെ ഷാജോണെ കാണാം. ഒരു മയത്തിലൊക്കെ വേണ്ടേന്നുള്ള വാക്ക് കേട്ട് വടിയായ അലോഷിയെ നമ്മൾ ലൂസിഫറിൽ കണ്ടതാണ്. ഈ ഒരു മൊമെന്റിലായിരിക്കാം ഗോവർദ്ധൻ ക്യാമറയുമായി നിൽക്കുന്ന ഷോട്ട്. മഴത്തുള്ളികൾക്കിടയിലൂടെ ആദ്യമായി സ്റ്റീഫൻ നെടുമ്പള്ളിയെ നേരിൽ കാണുന്ന ഗോവർദ്ധനെ പോലെ. സ്റ്റീഫൻ സ്റ്റേജിലേക്ക് കയറുമ്പോൾ ടെൻഷനിൽ നിൽക്കുന്ന മഹേഷ് വർമ്മയെ കാണാം. പക്ഷേ ഇത് രണ്ടും രണ്ട് സിറ്റുവേഷൻ ആയിരിക്കാം. മഹേഷ് വർമ്മയുടേത് ചിലപ്പോൾ ഈ ഒരു കാഴ്ചയ്ക്ക് ശേഷം തുടർന്നുണ്ടാവുന്ന യോഗത്തിൽ വെച്ചുള്ളതായിരിക്കാം. പ്രിയദർശിനി IUF പ്രവർത്തിക്കാൻ തീരുമാനിച്ചതുപോലൊരു ഹിന്റ് മുൻപ് ടീസർ ബ്രേക്ക് ഡൗണിൽ പറഞ്ഞിരുന്നില്ലേ? അത് ശരിക്കും പോലെയാണ് ഈ ഷോട്ടിൽ പിറകിലായി കാണിക്കുന്ന വെൽക്കം ബാനർ. സ്റ്റീഫന്റെ 666 രഥത്തിൽ എത്തുന്നത് ചിലപ്പോൾ ഇവരായേക്കാം. നെടുമ്പള്ളി ചെക്ക് ഡാമിനെ ചുറ്റിപ്പറ്റിയുള്ള എന്തോ ഒരു പ്രതിഷേധ യോഗത്തിൽ പ്രിയദർശിനി നിന്ന് സംസാരിക്കുന്നതായി ഒരു വൈഡ് ആംഗിൾ ഉണ്ട്. ഈ യോഗത്തിൽ പിന്നീട് ഒരു വൻ അപകടവും ഉണ്ടാവുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ ഇവിടെ വെച്ചിരിക്കുന്ന ബാനറും ഫ്ലെക്സുമെല്ലാം PKRന്റെയും പ്രിയദർശിനിയുടെയും മാത്രമാണ്. മുഖ്യമന്ത്രിയെ ചുമതലയേറ്റ ജതിൻ രാംദാസിന്റെ രാഷ്ട്രീയ നയത്തിൽ നമ്മളിപ്പോൾ വരെയും കണ്ടതിൽ നിന്നും എന്തോ ഒരു മാറ്റം വന്നിരിക്കുന്നതായി ഇതിലൂടെ സംശയിക്കാം. ആ മാറ്റം എന്താണെന്ന് വ്യക്തമല്ലെങ്കിലും IUFനെതിരെയായി ഒരു പുതിയ പാർട്ടിയെ കൂടി എംബ്രാനിലൂടെ കൊണ്ടുവന്നിരിക്കുകയാണ്, അഖണ്ഡ ശക്തി മോർച്ച. ഒരു ഘട്ടത്തിൽ IUFന്റെ കൊടികൾ ഈ ASMന്റേത് കൊണ്ട് മൂടുന്നത് പോലെയും കാണിക്കുന്നുണ്ട്. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ എന്ന് തുടങ്ങുന്ന ഒരു ഡയലോഗ് ട്രെയിലർ വരുന്നുണ്ട്. ജതിൻ രാംദാസിനെ പറ്റിയാവാം സ്റ്റീഫൻ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ജതിൻ പ്രീവിയസ് വില്ലൻ ബോബി സെറ്റപ്പ് ആയിരിക്കുന്ന പോലെയും ഒരു അപ്പിയറൻസിൽ വരുന്നുണ്ട്. Face the world up proud.